ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവനുള്ള ഞങ്ങളുടെ മക്കൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഈ നേരം അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വലിയ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നൽകണമേ. ഞങ്ങളുടെ അകൃത്യങ്ങൾ മോചിക്കപ്പെടുകയും ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാകണമേ. ഞങ്ങളുടെ വേദനകളെല്ലാം കർത്താവ് മായ്ച്ചു കളയുന്ന സമയമാകണമേ. തിരുവചനം സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്ന സമയമാകണമേ. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലുമുള്ള സകല വിധത്തിലുള്ള പൈശാചികമായ ബാധകളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സർവ്വജനവും കർത്താവിന്റെ തിരുരക്തമുള്ള കഴുകൾ പ്രാപിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ ദർശനങ്ങൾ കൊണ്ട് സ്വർഗീയ സ്പർശനം കൊണ്ട് ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഹൃദയം തുറക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളെ സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജ്ഞാനം തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. രോഗങ്ങൾ മാറും, ഭൂതങ്ങളൊഴയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. രോഗങ്ങൾ മാറും, ഭൂതങ്ങളൊഴയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ചിന്തയ്ക്കായി ദിവസത്തിന്റെ ഈ സമയത്തെ പ്രാർത്ഥനയ്ക്കായി തരുന്നത്. നമുക്ക് ചേർന്ന് വായിക്കാം. പെരുന്നാൾ പാതി കഴിഞ്ഞപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. പെരുന്നാൾ പാതി കഴിഞ്ഞപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. പ്രിയപ്പെട്ടവരെ, എന്ത് ദൂതാണ് ഇതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്? യേശു എന്തുകൊണ്ടാണ് ഉപദേശിച്ചത്? ജനത്തെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരാൻ വേണ്ടി. ഉപദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വർദ്ധിച്ച് വരണമെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം വളരണമെങ്കിൽ, നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ഉപദേശം ആവശ്യമാണ്. ഉപദേശത്തെ തള്ളിക്കളഞ്ഞാൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാനായിട്ട് സാധ്യമാകുന്നില്ല. ഉപദേശിക്കുന്ന അനുഭവം പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? യേശു തമ്പുരാൻ അങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോൾ അത് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് ഉപദേഷ്ടാവായി നിങ്ങളിൽ പ്രവർത്തിക്കും, നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഉപദേശമാണ് നമ്മെ ദൈവരാജ്യത്തിന്റെ മക്കളായി ഉറപ്പിച്ചു നിർത്തുന്നത്. ആ ഉപദേശം നമ്മെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും. യേശു ഉപദേശിച്ചപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം അതിശയിച്ചു. ചിലരൊക്കെ പറഞ്ഞു, ഇവൻ അധികാരത്തോട് ഉപദേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവികമായ ഉപദേശത്തിന് നാം വിധേയപ്പെടുമ്പോൾ നമുക്ക് വളരെ സുന്ദരമായ ഒരു ആത്മീയ ജീവിതം ലഭിക്കുന്നു. നിങ്ങൾ ഒരിക്കലും വചന ശുശ്രൂഷ തള്ളിക്കളയരുത്, കൂട്ടായ്മ തള്ളിക്കളയരുത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ, കർത്താവിന്റെ ശരീരത്തോട് ചേർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാണ്. നമ്മുടെ ജീവിതം നേർവഴിയിൽ നടക്കും. നാം അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും വലിയ ഉത്തരം കിട്ടുന്നത് ആ ഉപദേശത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയിരിക്കുന്നവർ ദൈവശബ്ദത്തിന് വേണ്ടി നിങ്ങൾ തന്നെ സമർപ്പിക്കുക. ആ ശബ്ദം നിങ്ങളുടെ പാപം മോചിച്ചു തരും. ആ ശബ്ദം നാം ഇന്നലെയൊക്കെ ചിന്തിച്ചതുപോലെ, എഴുന്നേൽക്കാം,
ബാലിക്കാര എഴുന്നേൽക്ക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ആത്മീയമായി വർദ്ധിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും അതുപോലെ ഉപദേശത്തിന്റെ ശക്തമായ അഭിഷേകം സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവ് ദൈവമായവനെ, ഈ സമയത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും കർത്താവെ അങ്ങയെ ഞങ്ങൾ മഹത്വീകരിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ സ്തുതി കരേറ്റുകയും അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യുന്ന ഈ നേരം എത്ര സുന്ദരമാണ്. വിശുദ്ധമായ വഴികളിലൂടെ ഞങ്ങളെ നടത്തുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും സ്വർഗീയ സമാധാനത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും അനന്തമായ കൃപയിൽ ഞങ്ങളെ ഐശ്വര്യമായി ബലപ്പെടുത്തുകയും ദൈവത്തിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന സമയമാകണമേ. ദൈവം ഞങ്ങൾക്ക് കർത്താവിനോട് ചേർന്നുള്ള ജീവൻ നൽകണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇരിക്കുന്നവർ കർത്താവിന്റെ സ്വർഗരാജ്യത്തിന്റെ ഉപദേശം കേൾക്കുവാൻ, വിശുദ്ധ ജീവിതത്തിലേക്ക് വരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന വഴിയായി ഈ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ കർത്താവിന്റെ നാമത്തിൽ രക്തത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ പൈശാചിക ബാധകൾ വിട്ടുപോകട്ടെ. ഇവരുടെ അനുഗ്രഹമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ദിവസേന 2 ശുശ്രൂഷകൾ നമുക്കുണ്ട്. എല്ലാ ദിവസവും 2 മണിക്കുള്ള ചെറിയ ഈ പ്രാർത്ഥനായോഗം, വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗം. രണ്ടും നിങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടാകട്ടെ. ആമീൻ.